നമ്മളിത് സംസാരിക്കുന്നത് നമ്മളെ ആളുകളെല്ലാം പലപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പലപ്പോഴും ഡോക്ടറെ കാണാറുള്ളത്. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, അസുഖം വരുന്നതിന് മുമ്പ് അത് കണ്ടെത്താൻ കഴിയുമോ? പലപ്പോഴും റെഗുലർ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയാനുള്ളത്. പല ആളുകൾക്കും ഗുരുതര രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്താറില്ല. നമ്മളെന്നെ പലപ്പോഴും കേൾക്കാറുണ്ട്, അദ്ദേഹത്തിന് രോഗം തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മറ്റു ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പരിശോധനയ്ക്കൊന്നും വിധേയമായിരുന്നില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ പോവില്ലായിരുന്നു, പലപ്പോഴും ബ്ലഡൊക്കെ നോക്കണമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നിസ്സാരമാക്കി കളഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിൽ തന്നെ പല ആളുകൾക്കും അങ്ങനെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ നമ്മളിൽ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും മടിയാണ്. പലപ്പോഴും പല ആളുകൾ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ നോക്കി, അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ അവർ പറയും, ഡോക്ടറെ ചെയ്തത് നഷ്ടമായി, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ റെഗുലർ ഹെൽത്ത് ചെക്കപ്പിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ പലതും നമുക്ക് നമ്മുടെ ജീവിതശൈലിയെ ക്രമീകരിച്ചാൽ തന്നെ പലപ്പോഴും നമുക്കത് റിട്ടേൺ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും. ചില മരുന്നുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ മൂർച്ഛിച്ചൊരവസ്ഥയിലേക്ക് അത് പോകുന്നത് തടയാൻ പലപ്പോഴും നമുക്കതിൻ്റെ ഒരു ശ്രദ്ധ കൊണ്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മുടെ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ചില ഹൃദയ രോഗങ്ങൾ, ഇവയൊക്കെ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ നിശബ്ദമായിട്ട് വളരുന്ന രോഗങ്ങളായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ റെഗുലറായിട്ട് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്താൽ അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രണ്ടാമതായിട്ട്, തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നത് മൂലം നമ്മുടെ ചികിത്സ അത് വളരെയധികം എളുപ്പമാകുമെന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത്, ഇത്തരം രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഇത് മൂർച്ഛിച്ച് മറ്റു രോഗാവസ്ഥയിലേക്കൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഒരു അവയവത്തെ ബാധിച്ചത് മറ്റു അവയവത്തിലേക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ തടയാൻ നമുക്ക് ഏർലി ഹെൽത്ത് ചെക്കപ്പുകൾ വഴി നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചോദ്യമുണ്ട്, ആരൊക്കെയാണ് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ വളരെ കൃത്യമാണ്. നമ്മുടെ 30 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിർബന്ധമായ ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ഇയറിലെങ്കിലും ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ ഹിസ്റ്ററി ഉള്ളവർ, ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗറുള്ള, പ്രഷറുള്ള, അല്ലെങ്കിൽ കൊളസ്ട്രോളുള്ള, ഹാർട്ട് അറ്റാക്കുള്ള, അല്ലെങ്കിൽ ക്യാൻസറുള്ള പാരമ്പര്യമുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും നമ്മളൊരു ഹെൽത്ത് ചെക്കപ്പുകൾ റെഗുലറായിട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ശരീരഭാരം കൂടുതലുള്ള ആളുകൾ, നമ്മളെ ഭക്ഷണം കഴിക്കുന്നതിലുപരി നമ്മൾ അമിതമായിട്ട് വെയിറ്റ് കൂടുതലുള്ള ആളുകൾ ഒക്കെ ആണെങ്കിലും ഇത്തരം ഒബെസിറ്റി ഉള്ള ആളുകളിലും എന്തായാലും ഏർലി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉപകാരമായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യേണ്ട പരിശോധനകൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ പരിശോധന എന്നുള്ളത്. പിന്നീട് ബ്ലഡ് പ്രഷർ പരിശോധന എന്നുള്ളത്. പിന്നീട് കൊളസ്ട്രോളിൻ്റെ ലെവൽ, കൊളസ്ട്രോളിലല്ല നമുക്ക് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും വ്യത്യസ്തമാക്കിക്കൊണ്ട് ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെക്കപ്പ് ചെയ്യാവുന്നതാണ്. പിന്നീട് അതുപോലെ തന്നെ ലിവറിൻ്റെ ആരോഗ്യവും കിഡ്നിയുടെ ആരോഗ്യം നോക്കാൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് അഞ്ചാമതായിട്ട് നമ്മുടെ ശാരീരിക ഭാരത്തിൻ്റെയും അതുപോലെ ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ശരീരഭാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ബോഡി മാസ് ഇൻഡെക്സും വെയിറ്റൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പിന്നീട് എന്തെങ്കിലും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പരിശോധന പ്രകാരം മറ്റു പരിശോധനകളൊക്കെ നമുക്ക് വിധേയമാകാം. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഒരിക്കലും നമുക്ക് അതിന് ചിലവാക്കുന്ന തുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. ചിലപ്പോൾ വലിയ ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത്, മൂർച്ഛിക്കുന്നത് തടയാനും നമ്മുടെ ശാരീരികമായിട്ടുള്ള, നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിക്കോഷൻ എടുത്തുകൊണ്ട് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഇതാണ് നിങ്ങളോടുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.